ഹായ്, വെൽക്കം ടു വോയിസ് ഓഫ് കെ കെ. ഈ സ്കൈ എന്ന് പറയുന്ന സുസുക്കിയുടെ ഒരു ഇലക്ട്രിക്കൽ കാർ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു. 5 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് വരുന്നത് എന്നൊന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. സുസുക്കി ഈ സ്കൈ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് 2025 ഓട്ടോ ഷോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്നത് കൺസെപ്റ്റ് മാത്രമായിരുന്നു. ഇന്ന് ജപ്പാനിൽ അത് പ്രൊഡക്ഷൻ ആയിട്ട് റോഡിലൂടെ ടെസ്റ്റ് റൈഡുകൾ, എന്താ പറയുക, വാഹനങ്ങൾ എത്രത്തോളം കംഫർട്ടാണ്, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ജപ്പാനിലെ അൺഒഫീഷ്യലിലെ ചില മീഡിയകളിലൂടെയൊക്കെ സംസാരിക്കുന്നത്. 2027 കൂടി ജപ്പാനിൽ ഈ കാറുകൾ ഇറങ്ങി തുടങ്ങുന്നു. അതിന്റെ ജപ്പാൻ ഇന്ത്യയിൽ പ്രൈസ് ലിസ്റ്റ് വരും. ജപ്പാനിൽ ഇറങ്ങാൻ പോകുന്ന റേറ്റ് ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 8,50,000 മുതൽ 9,90,000 വരെയുള്ള റേറ്റിലാണ് ഈ വാഹനങ്ങൾ അവിടെ ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് എത്തുമ്പോൾ ഏത് പൊസിഷനിലേക്കാണ് അത് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കുറച്ച് നാൾ മുമ്പ് ഇഗ്നിസിനെ അവർ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മാരുതി സുസുക്കി നെക്സ ഷോറൂം വഴി സെയിൽ ചെയ്യുന്ന ഇഗ്നിസിന്റെ സ്ഥാനത്തേക്കാണ് പുതിയൊരു ഇലക്ട്രിക്കൽ കാർ ഇന്ത്യയിൽ വരാൻ പോകുന്നത്. 2028 അവസാനത്തോടു കൂടി മാത്രമായിരിക്കും ഈ വണ്ടി ഇന്ത്യയിലേക്ക് വരുന്നത്. ഇന്ത്യയിലേക്ക് വരുന്നുള്ള കാര്യങ്ങൾ ഉറപ്പ് പറഞ്ഞിട്ടില്ല. ജപ്പാനിൽ ഇറങ്ങിയത് എത്രത്തോളം സക്സസ് ആണെങ്കിൽ മാത്രമാണ് ഇന്ത്യയിലേക്ക് വരിക. ജപ്പാനിൽ ഇറങ്ങുന്ന മോഡലിൽ നിന്നും വളരെയധികം വ്യത്യസ്തതയോട് കൂടിയാണ് ഇന്ത്യയിലേക്ക് വരിക. കാരണം ബഡ്ജറ്റും റേറ്റും കാര്യങ്ങളൊക്കെ കുറക്കാൻ വേണ്ടിയുള്ള പല കാര്യങ്ങളും ആ വണ്ടിയിൽ ചെയ്തിട്ടാണ് ഇന്ത്യൻ വിപണിയിലേക്ക് എത്തുക സ്വാഭാവികമായിട്ടും. അപ്പൊ ആരും തന്നെ 5 ലക്ഷം രൂപയ്ക്ക് താഴെ ഒരു കാർ കിട്ടുന്നൊന്നും പ്രതീക്ഷിക്കുന്നു. ഈ സ്കൈ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം വഴി അവർ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ജപ്പാനിൽ റൺ ചെയ്ത് അതിന്റെ റിസൾട്ട് എടുത്ത് അതിനുശേഷം മാത്രമാണ് ഇന്ത്യൻ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് എത്തുക. മാരുതിയാണ് ഇന്ത്യയിൽ ഏകദേശം 48.9% ഓട്ടോമോട്ടീവ് രംഗങ്ങളിലുള്ള, അല്ലെങ്കിൽ എന്താ പറയാ, ഓട്ടോമൊബൈൽ റിലേറ്റ് ചെയ്ത കാര്യങ്ങൾക്ക് ഷെയർ ഉള്ളത്. അപ്പൊ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അവർ ഏതൊരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോഴും ഉപഭോക്താക്കളുടെ സുരക്ഷിതത്വവും അതുപോലെ തന്നെ മാർക്കറ്റിൽ എത്രത്തോളം ആ ഒരു വാഹനത്തിന് മുന്നോട്ട് പോകാൻ പറ്റുന്നും അവർ പ്രതീക്ഷിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇത്രയാണ്. നമുക്ക് ഒരുപാട്, എന്താ പറയാ, വിശ്വസ്തത നേടിയ കുറെ ഓട്ടോമൊബൈൽ കമ്പനികൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടും ഇലക്ട്രിക്കൽ കാറുകളും ഇലക്ട്രിക്കൽ സ്കൂട്ടറുകളും ഒക്കെ ഫസ്റ്റ് ലോഞ്ച് ചെയ്തത് മറ്റു പല കമ്പനികളായിരുന്നു കേട്ടോ. പുതിയ കമ്പനി അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള പല കമ്പനിയും ഇന്ത്യയിലേക്ക് വന്ന് പുതുതായി സ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെയാണ് അത്തരം വാഹനങ്ങൾ സെയിൽ ചെയ്യാൻ കൂടുതൽ നോക്കിയിരിക്കുന്നത്. കാരണം അതിന്റെ ഒരു ആവശ്യകത ഇതാണ്. അവർ R&Dക്ക് ആവശ്യമായ ഒരു വർക്കിംഗ് ടൈം എടുത്തുകൊണ്ട് ഏറ്റവും സക്സസീവായ പ്രൊഡക്റ്റുകൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്നതാണ്. ഇപ്പോൾ സുസുക്കിയെ സംബന്ധിച്ചോളം ഈ സ്കൈ എന്നൊരു മോഡൽ 2029 30 ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ 28 ലാസ്റ്റൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ ഇന്ത്യയിലും അതിൻ്റെ ഒരു ബിൽഡും പിന്നീട് അതിന്റെ റൈഡും ടെസ്റ്റ് റൈഡും ഒക്കെ വരാൻ പോകുന്നത്. ടെസ്റ്റ് റൈഡ് മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ റോഡുകളിൽ ഇത് എത്രത്തോളം പ്രാപ്തമാണ് എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഓട്ടോമൊബൈൽ രംഗത്തെ ചില കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിച്ചിട്ട് റോഡിലൂടെയൊക്കെ പോകുന്ന വാഹനങ്ങൾ. അത് ഈ കേരളത്തിൽ കുറവാണ്, മറ്റ് സംസ്ഥാനങ്ങളിലും അങ്ങനെയുള്ളവരിലാണ് ഇവർ റൈഡ് ചെയ്യാറെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ആരും തന്നെ 5 ലക്ഷം രൂപയ്ക്ക് താഴെ സുസുക്കി ഇത്തരത്തിലൊരു വാഹനം ഇറക്കുന്നൊന്നും പ്രതീക്ഷിക്കണ്ട. ഇപ്പോൾ റേറ്റ് പറയുന്നത് ഏകദേശം 8,50,000 മുതൽ 9,90,000 ആ ഒരു റേറ്റ് ആയിരിക്കും. ടിയാഗോയുടെ റേറ്റുമായിട്ട് മത്സരിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും റേറ്റ് വരാൻ പോകുന്നത്. പിന്നെ 26 കിലോ വാട്ടിന്റെ ബാറ്ററി, 69 HP പവർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വരുന്ന മോട്ടർ, ഇതൊക്കെ ആയിരിക്കും വാഹനത്തിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. ഇതൊക്കെ എത്രത്തോളം സത്യസന്ധമാണെന്ന് ഉറപ്പ് പറയാൻ പറ്റും. ഇതൊക്കെ ഒരു സ്പൈ റിലേറ്റഡ് ആയ ന്യൂസ് ആയിട്ട് ജപ്പാനിൽ നിന്ന് ചില ലോക്കൽ ചാനൽസ് ഒക്കെ റിപ്പോർട്ട് ചെയ്ത വിവരങ്ങളും അതുപോലെ തന്നെ അൺഒഫീഷ്യലായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. നമുക്ക് അത്തരം വിവരങ്ങൾ ഗൂഗിളിലും അതുപോലെ തന്നെ ചില സൈറ്റുകളിലൊക്കെ ലഭ്യമാണ് വാഹനങ്ങളെ പറ്റിയിട്ടുള്ളത്. അത് നിങ്ങൾക്കും കയറി ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ചില യൂട്യൂബ് വീഡിയോകളിൽ 5 ലക്ഷം രൂപയ്ക്ക് താഴെ ഇത്തരത്തിലൊരു വാഹനം വരുന്നതെന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തത്. ആരും തന്നെ 5 ലക്ഷം രൂപയ്ക്ക് താഴെ ഒരു ഇലക്ട്രിക്കൽ വാഹനം കിട്ടുന്ന രീതിയിൽ ഒരിക്കലും പ്രതീക്ഷിക്കരുത് കേട്ടോ. അത്തരം ഒരു ഇലക്ട്രിക്കൽ വാഹനം നമുക്ക് ഒരിക്കലും സുരക്ഷിതത്വം ആയിരിക്കില്ല. ബാറ്ററിയുടെ കൂളിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ ബാറ്ററിയുടെ ലോങ് ലൈഫ്, അതിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ സുരക്ഷിതത്വം, ഇതൊക്കെ വളരെ കൺസേൺ കാര്യമാണ് ഒരു ഓട്ടോമൊബൈൽ കമ്പനിക്ക്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു കാർ ഇറക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യവും തന്നെയാണ്. അപ്പോൾ ഇഗ്നിസിന്റെ സ്ഥാനത്തേക്ക് പുതിയൊരു ഇലക്ട്രിക്കൽ കാർ വരും. ഈ സ്കൈ എന്ന് പറയുന്ന മോഡലാണോ അല്ലെങ്കിൽ അതൊരു പ്ലാറ്റ്ഫോം ആണോ എന്ന് എനിക്ക് അറിയില്ല. അവരൊരു മോഡൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്കൈ പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ അതൊരു പ്ലാറ്റ്ഫോം ആയിട്ട് ആ പ്ലാറ്റ്ഫോമിൽ വ്യത്യസ്ത രീതിയിലായിരിക്കണം കാറുകൾ വരാൻ പോകുന്നത്. ഇഗ്നിസിന്റെ അതേ ഡയമെൻഷനിൽ വ്യത്യസ്ത ഷേപ്പുകളിൽ ഇഗ്നിസ് പോലെ
പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഒരു യുണീക്കായ ഒരു ഡിസൈനിലായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പുതിയൊരു ഇലക്ട്രിക്കൽ കാർ മാരുതിയുടെ കയ്യിൽ നിന്ന് വരിക എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും അത്തരത്തിൽ അങ്ങനെ ഒരു വാഹനത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും 5 ലക്ഷത്തിന് താഴെയാണ് അല്ലെങ്കിൽ 6 ലക്ഷത്തിന് താഴെയാണെന്നുള്ള കാര്യങ്ങൾ വിശ്വസിക്കാൻ പാടില്ല. ഇന്ത്യൻ മാർക്കറ്റിൽ മറ്റു പ്രധാന ഓട്ടോമൊബൈൽ കമ്പനി ഇറക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് വേരിയന്റുകൾ ഉണ്ടാവുമല്ലോ, അതിനനുസൃതമായ റേറ്റിലായിരിക്കും വരിക. പിന്നെ അത്തരത്തിൽ 5 ലക്ഷം താഴെയുള്ള കാറുകളൊക്കെ നോക്കി നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ബാംഗ്ലൂർ ബേസ്ഡ് ആയ കമ്പനിയും അതുപോലെ തന്നെ ഡൽഹി ബേസ്ഡ് ആയ കമ്പനിയൊക്കെ ചില ഓട്ടോ ഷോകളിൽ അവർ ചെറിയ ചെറിയ കുഞ്ഞൻ കാറുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം മാർക്കറ്റിലേക്ക് എത്തുമെന്നും അത് എത്രത്തോളം ഇവിടെ സെയിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നും അറിയില്ല. പക്ഷേ ഇനി ബാറ്ററിയുടെ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വെഹിക്കിളിന്റെ വിപ്ലവം വരാൻ പോവാണ്. ഓരോ ദിവസങ്ങളും ബാറ്ററിയുടെ വ്യത്യസ്ത കണ്ടുപിടുത്തങ്ങളും ചാർജിങ് പോയിന്റുകളും അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് സിസ്റ്റത്തിലെ വ്യത്യസ്തതകളും ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ മാറ്റങ്ങളായിട്ട് പല പുതിയ കമ്പനികളും ഇന്ത്യയിൽ പൊന്തുന്ന പോലെ വ്യത്യസ്ത രീതിയിൽ കൂടുകൾ പൊന്തുന്ന പോലെ ഇന്ത്യയിൽ പലയിടങ്ങളും വളരുന്നുണ്ട്. അപ്പോൾ അതിലൊരു കമ്പനി 5 ലക്ഷം താഴെ വണ്ടികൾ ഇറക്കിക്കൂടായികയില്ല. അപ്പോൾ മാരുതിനെ പറ്റി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ സുസുക്കിയെ പറ്റി സംസാരിക്കുമ്പോൾ ഈ സ്കൈ എന്നൊരു പ്ലാറ്റ്ഫോമിൽ വരാൻ പോകുന്ന ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരാൻ പോകുന്ന വാഹനം ഏകദേശം ഇന്ത്യൻ റേറ്റ് 8 ലക്ഷം മുതൽ 9 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം രൂപ വരെ വരുന്നതായിരിക്കും. സുസുക്കിയുടെ ഇഗ്നിസിന്റെ സ്ഥാനത്തേക്കായിരിക്കും പുതിയൊരു ഇലക്ട്രിക്കൽ കാർ വരാൻ പോകുന്നത്. ഈ വിക്ടാരിയുടെയൊക്കെ പെർഫോമൻസും അതുപോലെ തന്നെ ബാറ്ററി ലൈഫും അതിന്റെ സർവീസിനെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒരു രീതിയിലെ പ്രശ്നങ്ങളും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കസ്റ്റമേഴ്സിന്റെ റിവ്യൂ അടിസ്ഥാനത്തിലും ചില വീഡിയോസിന്റെ കമന്റുകളൊക്കെ വായിച്ചിട്ട്. ഓക്കെ, അപ്പോ നിങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങുന്ന മാരുതി ഇഗ്നിസിന് അല്ലെങ്കിൽ ഇഗ്നിസിന് കേട്ടോ, ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങുന്ന ഇലക്ട്രിക്കൽ കാറുകൾക്ക്, മാരുതി ഇലക്ട്രിക് കാറുകൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇഗ്നിസ് എന്ന് പറഞ്ഞൊരു വാഹനം ഇന്ത്യയിൽ നിന്ന് പിൻവലിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ നിങ്ങൾ എത്തരത്തിലൊരു ഡിസൈനാണ് മാരുതിയുടെ കയ്യിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാരുതിയുടെ കയ്യിൽ നിന്ന് എന്തൊക്കെയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആരും 5 ലക്ഷം രൂപയ്ക്ക് താഴെ സുസുക്കി എന്ന് പറയുന്ന ഒരു വാഹനം വരുന്നത് പ്രതീക്ഷിച്ചിരിക്കരുത്. ഇന്ത്യൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ മറ്റു വാഹനങ്ങൾ റേറ്റുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും ഒരു പ്രൈസ് ലിസ്റ്റും അങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവാം. അപ്പോൾ ഓക്കെ, വീണ്ടും നമുക്ക് ഇതുപോലൊരു വീഡിയോ കാണാം. ബൈ ബൈ.